നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാവിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നല്ല പുളിയുള്ള മാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലത്തെ ഒരെണ്ണം ആവശ്യം ഉണ്ടാവുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ പോകും. നല്ല രസകരമായിട്ടുള്ള മാങ്ങ ചമ്മന്തി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അതിനുള്ള തേങ്ങ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങ വാട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ദേഹം നമുക്കിവിടെ നമ്മളൊരു സാധനം തേങ്ങ ഇതിൽ നല്ല ചെറിയ തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഇതാണുണ്ട് വെളുത്തുള്ളി, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. ഇതാ ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കണം. ഇത് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഈ മാങ്ങ വൃത്തിയായി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിലത്തെ ഒരു നല്ലൊരു മാങ്ങ കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, മാങ്ങ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗായ്സ്, ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. വളരെ ചെറുതായിട്ടിടാം. അതായത് ഓഫാക്കിയിട്ടുണ്ട്, നമ്മൾ പാനിൽ ഓഫാക്കി വെച്ച് ഇപ്പോൾ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ ആ തേങ്ങയുടെ കൂടെ തന്നെ ചെറിയൊരു ചൂടിൽ ഇത് നോക്കാം. ഇനി നമ്മളിത് ജാറിലേക്ക് ആവശ്യമുള്ള കുറച്ച് എടുത്തിട്ട് നമ്മളിപ്പോൾ അത് ആവശ്യത്തിന് ജാറിലേക്ക് എടുത്തിട്ട് അരയ്ക്കണം. നോക്കാം, നല്ല ഒന്നാം തരം പുളി മാങ്ങി കൊണ്ടുള്ള നല്ല ഒന്നാം തരം ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലേ? നമ്മളത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചു തന്നു. പല ആൾക്കാരും പല രീതിക്ക് ഉണ്ടാക്കും. ഗൈസ്, നമ്മുടെ ഇപ്പോൾ ഇതാ നല്ല പരുവായിട്ടുണ്ട് മാങ്ങ ചമ്മന്തി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഓക്കെ, നമുക്കത് ഒരു ചെറിയ ബൗളിലേക്ക് ആക്കി വയ്ക്കാം. നല്ല രസമാട്ടത്. നമുക്കിത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കൂടെ പലഹാരങ്ങൾ, അതായത് വടയോ അങ്ങനെയൊക്കെ ചേർത്ത് കഴിക്കാം. നല്ല രസമാണ് കഴിക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞത് ഹലോ എങ്ങനെ നോക്കിയേ? ടേസ്റ്റ് ചെയ്യൂ നന്നായിട്ട്.